കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ SFIയുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കാണുകയാണ്. അത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ രാജ്യം കാണുന്നതാണെങ്കിലും കേരളം പ്രത്യേകമായി കാണുന്നതാണെങ്കിലും ഈ ദിവസങ്ങളിൽ, അതായത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് ആ സംഘടന നടത്തുന്ന ഉജ്ജ്വലമായ ഇടപെടലുകൾ കേരളത്തിൻ്റെ സമകാലിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റിയാണ് ആയി മാറിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയമില്ലാത്തവർക്കും ഇടതുപക്ഷത്തോട് യോജിപ്പില്ലാത്തവർക്കും ഏത് രാഷ്ട്രീയ നിലപാട് പ്രതിനിധാനം ചെയ്യുന്നവർക്കും കേരളത്തോടും രാജ്യത്തോടും ഒരു കണികയെങ്കിലും കൂറുള്ളവർക്ക്, ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും എന്തെങ്കിലും പ്രതിബദ്ധതയുള്ളവർക്ക് നിഷേധിക്കാനാവാത്ത വിധം വലിയ യാഥാർത്ഥ്യമാണ്. എന്താണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ രൂപങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്. തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാല കീഴിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET, അവിടെ കഴിഞ്ഞ ദിവസം SFI സംഘപരിവാറിൻ്റെ വർഗീയവൽക്കരണ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തിയപ്പോൾ അതിന് മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ചില ആളുകൾ കൂട്ടുനിന്നപ്പോൾ വിദ്യാർത്ഥി സമൂഹം ജനാധിപത്യത്തിൻ്റെ കൊടുക്കൂറ ഉയർത്തിക്കൊണ്ട് അതിനെ ചെറുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിന് മുന്നിൽ ഒരു MSFകാരനുമില്ല, ഒരു KSUക്കാരുമില്ല, ഒരു ആളുമില്ല. SFI അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കൃത്യമായ ദിശ കൊണ്ട് ആ ചെറുത്തുനിൽപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തുകയാണ്. വെറും മുദ്രാവാക്യം വിളിയല്ല, ബഹളം കൂട്ടലല്ല, അതിനപ്പുറത്ത് ഇടപെട്ട് തടയേണ്ട കാര്യങ്ങൾ, വിലക്കേണ്ട കാര്യങ്ങൾ, പാടില്ല എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ് വിലക്കി പാടില്ല എന്ന് തന്നെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കാണിക്കുകയാണ്. ചെറിയ കാര്യമല്ല കേട്ടോ. അതായത് CET നടന്ന കാര്യം ഒന്ന്, കാലിക സർവകലാശാലയിൽ നടന്നത് വേറൊന്ന്. CETയിൽ നടന്ന കാര്യം തന്നെ വികസിത ഭാരതത്തിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി സംഘപരിവാറും അവരുടെ രാഷ്ട്രീയ രൂപങ്ങളും ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ ആ പേരിൽ പലതും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രചാരണ പരിപാടി, അതിൽ വന്ദേ മാതരം മുഴുവനെ ആലപിക്കണം എന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. അത് നടപ്പാകുന്നു. അത് കോളേജ് മാനേജ്മെൻറ്റ് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് അതിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ മുസ്ലിം കുട്ടികൾ തന്നെ സ്റ്റേജിൽ വരണം. തട്ടമിട്ട പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് ആ പരിപാടിയിൽ വന്ദേമാതരം പൂർണ്ണമായി പ്രസൻറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്ന് പറയണം എന്നൊരു കോർഡിനേറ്റർ പറയുന്നു. കേരളത്തിലെ ഒരു ഗവൺമെൻറ് ക്യാമ്പസിലാണെന്ന് ആലോചിക്കണം. ഇത്രയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാർ വൽക്കരണം നടക്കുമ്പോൾ SFI അവിടെ കൃത്യമായി എത്തുന്നു, ചോദ്യം ചെയ്യുന്നു, നടക്കില്ല ഇതെന്ന് പറയുന്നു. നടക്കില്ല അതെന്ന് പറയുകയും കൃത്യമായി എന്താണ് നടക്കേണ്ടത്, എന്താണ് നടന്നത്, നടക്കാൻ പാടില്ലാത്തത് എന്തായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സദസ്സിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം അതിനെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരഭാഷ കൊണ്ടും സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് പ്രധാനം. വിദ്യാർത്ഥികൾ ഇറങ്ങി പോവുകയല്ല, വിദ്യാർത്ഥികൾ നിശബ്ദരായിരിക്കുകയല്ല, വിദ്യാർത്ഥികൾ നിസ്സംഗരായിരിക്കുകയല്ല, മറിച്ച് SFIയുടെ ആ ശരിയായ ഇടപെടലിനെ അവരുടെ ശരീരഭാഷ കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുദ്രാവാക്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടും പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ പാറ്റ ചോദ്യത്തോട് ആ വിദ്യാർത്ഥി സമൂഹം പ്രകടിപ്പിച്ച രീതിയുണ്ടല്ലോ, നിശബ്ദത കൊണ്ടല്ല, ആഴത്തിലുള്ള മൗനം കൊണ്ട്, ആഴത്തിലുള്ള പൊളിറ്റിക്കൽ സൈലൻസ് കൊണ്ടാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ സൈലൻസിൻ്റെ പ്രത്യേകത ഒരു ചുവട് പുറകോട്ട് വയ്ക്കുമ്പോൾ നാളെ അവർ 2 അടി മുന്നോട്ട് വയ്ക്കും, 2 ചുവട് മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ്. അവർ നിശബ്ദരായി തങ്ങളുടെ വീടുകളിലേക്കും മാളങ്ങളിലേക്കും ഒതുങ്ങാൻ പോകുന്നവരല്ല. അവർ നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായി ബോധ്യപ്പെട്ടവരാണ്, തിരിച്ചറിഞ്ഞവരാണ്. രാജ്യം നമ്മളെ ആവശ്യപ്പെടുന്നു, ജനാധിപത്യം നമ്മളെ ആവശ്യപ്പെടുന്നു എന്ന് ബോധ്യമുള്ള യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഊർജ്ജമാണ് അവർ പ്രസരിപ്പിക്കുന്നത്. അതേ ഊർജ്ജമാണ് CETയിലെ വിദ്യാർത്ഥി പ്രസരിപ്പിച്ചത്. ആ ഊർജ്ജം പ്രസരിപ്പിക്കാനുള്ള നായകത്വം SFI മാത്രമേ ഏറ്റെടുക്കാനുണ്ടായുള്ളൂ. നമ്മൾ പറയുന്ന പോയിന്റ് അതാണ്. കേരളത്തിലെ
വിദ്യാർത്ഥി സമൂഹത്തെ പല കാലങ്ങളിലും നയിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന കേരളം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ KSUO, മുസ്ലിം ലീഗിൻ്റെ MSF അടക്കമുള്ളവർ, അല്ലെങ്കിൽ സോക്കോൾഡ് ഇടതുപക്ഷ ലേബലുള്ളവർ ആരും ഉണ്ടായില്ല. SFI മാത്രമേ ഉണ്ടായുള്ളൂ. അത് അവരുടെ രാഷ്ട്രീയ ബോധ്യം കൊണ്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോടും ജനാധിപത്യത്തോടും പ്രതിബദ്ധതയുണ്ട് എന്ന അവരുടെ ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യത്തിനാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന 3 അക്ഷരം കൊണ്ട് അടിവരയിടുന്നത്. കാലടിയിൽ കണ്ടില്ലേ, കാലടിയിലെ VC ഡോക്ടർ സിസ തോമസിൻ്റെ ശവമഞ്ചം പ്രതീകാത്മകമായി വിദ്യാർത്ഥികൾ SFIക്കാർ ഏന്തി എന്ന പച്ചക്കള്ളത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. ആ ക്യാമ്പയിൻ്റെ പേര് കുപ്രചരണം എന്നാണ്, നുണക്കഥ എന്നാണ്. ഒരു കള്ളം പലവട്ടം പറഞ്ഞാൽ സത്യമാകും എന്ന് പ്രചരിക്കുന്ന ഗീബൽസിയൻ നുണയുടെ ഒരു പുതിയ വേർഷനാണത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഡോക്ടർ സിസ തോമസിൻ്റെ ശവമഞ്ചം പ്രതീകാത്മകമായി ഉയർത്തുകയോ കൊണ്ട് നടക്കുകയായിരുന്നില്ല. അത് കൃത്യമായി പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. വിഷ്വൽസ് അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ കാലടി സർവകലാശാലയിലെ തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് അവർ ലൈറ്റിംഗ് സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേ കാലമായി അവർ പരാതി അധികൃതരോട് പറയുന്നതാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രതിഷേധ രൂപകമായി പ്രതീകാത്മകമായി ലൈറ്റ് മരിച്ചേ എന്നൊരു പ്രതീകാത്മക നാടകം ഉണ്ടാക്കിയതാണ്. ആ നാടകത്തിലേക്ക് ലൈറ്റിൻ്റെ പ്രതീകമായി ശവമഞ്ചം ഘോഷയാത്ര നടത്തിയതാണ് എന്ന് എല്ലാ ദൃശ്യങ്ങളുടെയും എല്ലാ തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള വിവരങ്ങളുടെയും എല്ലാ രീതിയിലുമുള്ള തെളിവുകളോടെ, അതാണ് പ്രധാനം, പുറത്തു വന്നു കഴിഞ്ഞിട്ടും. എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ കോളേജ് PRO പുറത്തുവിട്ട നുണ പിന്നീട് ഏറ്റെടുക്കുന്നു. ഡോക്ടർ സിസ തോമസിനെ പോലെ ഒരു മുതിർന്ന അക്കാഡമിഷ്യൻ അവർ തന്നെ പറയുന്നു, എന്നെ ആക്രമിച്ചു, എൻ്റെ ശവഘോഷയാത്ര നടത്തിയെന്ന് ആ കള്ളം അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്കെതിരെ FIR ഇടുന്നു. അങ്ങനെയുള്ള ആ പച്ചക്കള്ളത്തിന് മുന്നിൽ SFI വിദ്യാർത്ഥികൾ പതറിയോ എന്നുള്ളതാണ്. അവർ പതറിയില്ല എന്ന് മാത്രമല്ല, എന്താണ് നടന്നത് എന്ന് അക്കമിട്ട് കൃത്യമായി പുറത്ത് ലോകത്തെ അറിയിച്ചു. അവർ ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുക തന്നെയാണ്. കാലടിയും CETയും 2 ഉദാഹരണങ്ങൾ, പ്രതീകങ്ങൾ മാത്രമാണ്. നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ, മതേതര ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇടപെടലുകളിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിനിധാനം എന്താവണം, എങ്ങനെയാവണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ SFI വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് SFI നടത്തുന്ന ഇടപെടലുകളെ നമ്മൾ ഓരോ അണുവിലും അഭിനന്ദിക്കുകയും കൂടെ നിൽക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒറ്റുകാരുടെ രൂപത്തിൽ MSF-ആയും KSU-ആയും ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന, കേന്ദ്രം ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന, കേരളം ഭരിക്കുന്നവരുടെ രൂപമായും മാറുക അല്ല വേണ്ടത് എന്നുള്ള തിരിച്ചറിവിൻ്റെ പേര് കൂടിയാണ് സമകാലിക ഇന്ത്യയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ളത്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കരുത്ത് ചോരാതിരിക്കാനുള്ള നമ്മുടെ സംഭാവനയാണ്, ശ്വാസം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. നന്ദി, നമസ്കാരം.